സൈക്കോളജി ഒരു പക്ഷേ ഹെൽത്ത് കെയറിന്റെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആൾക്കാർ പലരും സംസാരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഹെൽത്ത് കെയർ മാത്രമല്ല ഈ പറയുന്ന സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിയുടെ ആക്ച്വൽ ഇൻപുട്ട് ഇപ്പോൾ വരുന്നത് ബിസിനസ്സിലാണ് വരുന്നത്. അതിൽ തന്നെ കസ്റ്റമർ ബിഹേവിയർ എന്നുള്ള കോൺസെപ്റ്റിലാണ്. കാരണം സൈക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. സൈക്കോളജിയിലത്തെ ഒരു പേപ്പർ തന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ബിഹേവിയർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ കസ്റ്റമർ ബിഹേവിയറിൽ തന്നെ ഒരാളുടെ ഐബോൾ മൂവ്മെന്റ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നു, ഒരു ബ്രാൻഡ് കാണുന്നു, ആ ബ്രാൻഡ് നമ്മൾ നോക്കാതെ അടുത്ത ബ്രാൻഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഐബോൾ മൂവ് ചെയ്യുന്നത് പോലും മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഹ്യൂമൻ കസ്റ്റമർ ബിഹേവിയർ നോട്ട് ചെയ്യാൻ പറ്റുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ബിസിനസ് അനലിറ്റിക്സിലേക്ക് എത്തുന്നത്, ഈ ബിസിനസ് അനലിറ്റിക്സിന്റെ കയ്യിലേക്കാണ് ഈ സൈക്കോളജിസ്റ്റുകളുടെ കയ്യിൽ നിന്നുള്ള ഈ ഡാറ്റ വരുന്നത്. ഈ ഡാറ്റ വെച്ചിട്ടായിരിക്കും അവരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകൾ 3-4 വർഷം ബാച്ചിലേഴ്സും 1-2 വർഷം മാസ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് അവർ ബേസിക്കലി ഒരു ഹ്യൂമൻ സൈക്കോളജി പഠിച്ചിട്ട് അവർ ഹെൽത്ത് കെയറിലേക്ക് പോവാതെ ബിസിനസ്സിലേക്ക് പോകുന്നൊരു ആവശ്യം വന്നപ്പോൾ then there is a huge demand for the psychologist. അപ്പോൾ സൈക്കോളജിയും ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സിൽ നമുക്ക് നോക്കി കാണാവുന്നതാണ്.